നിങ്ങൾക്ക് സിബിൽ സ്കോർ ഇല്ലേ? സിബിൽ സ്കോർ നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യണോ? സിബിൽ സ്കോർ ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ ഏറ്റവും മികച്ച ടൂളുകളിൽ ഒന്നാണ് ക്രെഡിറ്റ് കാർഡ്. എന്നാൽ സിബിൽ സ്കോർ നിങ്ങൾക്ക് നശിപ്പിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് മികച്ച തരത്തിൽ നിങ്ങൾ ഉപയോഗിച്ചില്ലെങ്കിൽ നശിപ്പിക്കാനുള്ള ഏറ്റവും മികച്ച ടൂളുകളിലും ഒന്നാണ് ഈ ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ നമ്മുടെ സിബിൽ സ്കോർ ഇമ്പ്രൂവ് ചെയ്യാം എന്നതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത്. എൻ്റെ പേര് ആൽബിൻ. ഇതേപോലുള്ള അറിവുകൾക്ക് നിങ്ങൾ വളരെയധികം ഇൻട്രസ്റ്റ് ആണെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ നമുക്ക് ഓരോന്നായി നോക്കാം. സിബിൽ സ്കോർ എന്ന് പറയുന്നത് 300-നും അതേപോലെ തന്നെ 850-നും ഇടയിലുള്ള ഒരു പോയിന്റാണ്. ശരാശരി ഒരു 750-800-ന് മുകളിലാണെങ്കിൽ ഗുഡ് സിബിൽ സ്കോർ അല്ലെങ്കിൽ ക്രെഡിറ്റ് സ്കോർ ആണ് നിങ്ങൾക്കുള്ളത്. അതിന് താഴെയാണെങ്കിൽ ബാഡ് സിബിൽ സ്കോർ ആണ് നിങ്ങൾക്കുള്ളത്. 750-ന് താഴെയാണ് നിങ്ങളുടെ സിബിൽ സ്കോർ എങ്കിൽ പലപ്പോഴും ബാങ്ക് നിങ്ങൾക്ക് ലോണായിട്ട് ക്യാഷ് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തിരിച്ചടക്കില്ല എന്നതാണ് അതിൻ്റെ അർത്ഥം. എന്നാൽ 750-800-ന് മുകളിലുണ്ടെങ്കിൽ ബാങ്കിന് വളരെയധികം ഹാപ്പിയാണ് നിങ്ങൾക്ക് ലോൺ തരാൻ. കാരണം നിങ്ങൾ ബാങ്കിനെ തിരിച്ചടയ്ക്കുമെന്ന് ബാങ്കിന് നല്ല ഉറപ്പുണ്ട്. ഇങ്ങനെയൊരു ലോൺ ഹിസ്റ്ററിയാണ് സിബിൽ സ്കോർ അഥവാ ക്രെഡിറ്റ് സ്കോർ എന്ന് പറയുന്നത്. അപ്പോൾ ക്രെഡിറ്റ് സ്കോർ എങ്ങനെ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ഇതിൻ്റെ ബാക്ക് എൻഡിൽ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നതാണ് ഏറ്റവും അടിസ്ഥാനമായി നമ്മൾ അറിയേണ്ടത്. അതിനനുസരിച്ച് വേണം നമ്മുടെ കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്തിട്ട് വേണം നമ്മുടെ സിബിൽ സ്കോർ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യേണ്ടത്. അത് എങ്ങനെയെന്ന് ആദ്യം മനസ്സിലാക്കാം. 35% പോയിന്റുകൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മുടെ പേയ്മെൻറ്റ് ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ടിട്ടാണ്. അതായത് കറക്റ്റ് സമയത്ത് നമ്മൾ പേയ്മെൻറ്റ് അടയ്ക്കുന്നുണ്ടോ എന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ് 35% പോയിന്റുകളും വരുന്നത്. 30% പോയിന്റുകൾ കണക്കാക്കുന്നത് ഏതെങ്കിലും തരത്തിലുള്ള കുടിശ്ശികൾ വരുത്തിയിട്ടുണ്ടോ എന്നതുമായി ബേസ് ചെയ്തിട്ടാണ്. കുടിശ്ശിക വരുത്തിയിട്ടുണ്ടെങ്കിൽ പോയിന്റ് കുറയും, കുടിശ്ശിക വരുത്തിയിട്ടില്ലെങ്കിൽ പോയിന്റ് കൂടും. അപ്പോൾ പ്രോപ്പറായിട്ട് അടച്ചു പോകുകയാണെങ്കിൽ പോയിന്റ് കൂടും. 15% കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മുടെ ആ ക്രെഡിറ്റ് ഹിസ്റ്ററിയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ടാണ്. അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ലോണുമായി ബന്ധപ്പെട്ട അക്കൗണ്ടുകൾ ഉണ്ടെങ്കിൽ അതിൻ്റെ ഹിസ്റ്ററിയുമായി, അല്ലെങ്കിൽ അതിൻ്റെ ദൈർഘ്യം, അല്ലെങ്കിൽ നിശ്ചിത വർഷങ്ങൾക്ക് മുകളിലുണ്ടെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ടാണ് 15% പോയിന്റുകൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. 10% പോയിന്റുകൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ക്രെഡിറ്റ് മിക്സുമായി ബന്ധപ്പെട്ടാണ്. ഹോം ലോൺ, ക്രെഡിറ്റ് കാർഡ്, വെഹിക്കിൾ ലോൺ, പേഴ്സണൽ ലോൺ, ഇങ്ങനൊരു മിക്സ് ഉണ്ടാവണം. അതുകൂടാതെ വീണ്ടും ഒരു 10% കാൽക്കുലേറ്റ് ചെയ്യുന്നത് പുതിയ ക്രെഡിറ്റുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ പുതിയ ലോണുമായി ബന്ധപ്പെട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ടോ അതുമായി ബന്ധപ്പെട്ടുള്ള വേരിയേഷൻസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ 10% പോയിന്റ് കൂടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ മൊത്തത്തിൽ 100%. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ 300-നും 850-നും ഇടയിലുള്ള സംഖ്യ അല്ലെങ്കിൽ പോയിന്റ് നിർണ്ണയിക്കുന്നത്. ഇനി ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ എങ്ങനെ സിബിൽ സ്കോർ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ആദ്യം നിങ്ങളുടെ ക്രെഡിറ്റ് റിപ്പോർട്ട് എടുക്കുക, അല്ലെങ്കിൽ സിബിൽ റിപ്പോർട്ട് എടുക്കുക. എങ്ങനെ എടുക്കാൻ പറ്റും? പ്രത്യേകിച്ച് നമുക്ക് വീട്ടിൽ ഇരുന്നു കൊണ്ട് തന്നെ വൺ സ്കോർ എന്നുള്ള മൊബൈൽ ആപ്ലിക്കേഷൻ ത്രൂ നമ്മുടെ ക്രെഡിറ്റ് റിപ്പോർട്ട് നമുക്ക് എടുക്കാൻ സാധിക്കും. ഇത് നമ്മൾ കൃത്യമായി ചെക്ക് ചെയ്യുക. അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ പേയ്മെൻറ്റുകൾ നമ്മൾ കറക്റ്റായിട്ട് അടച്ചത് റിപ്പോർട്ടായിട്ടുണ്ടോ, നമ്മുടെ അഡ്രസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കറക്റ്റായിട്ട് റിപ്പോർട്ടായിട്ടുണ്ടോ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും തന്നെ അറിയാൻ പറ്റും. എന്തെങ്കിലും തരത്തിലുള്ള ഇഷ്യൂസുകൾ ഉണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായി നമ്മൾ കാണിക്കുകയും ചെയ്യും. അതിനനുസരിച്ച് ഇമ്പ്രൂവ് ചെയ്യുകയും ചെയ്യാം. എന്നാൽ ഇത് നമ്മൾ കൃത്യമായി ക്രോസ് ചെക്ക് ചെയ്യണം. എന്തിന്? കറക്റ്റായിട്ട് ക്രോസ് ചെക്ക് ചെയ്തിട്ട് എന്തെങ്കിലും തരത്തിലുള്ള മിസ്റ്റേക്കുകൾ ഏതെങ്കിലും സ്ഥാപനങ്ങൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ അവരുമായി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് സോൾവ് ചെയ്യുകയും അത് മുഖേന നമ്മുടെ സിബിൽ സ്കോർ അഥവാ ക്രെഡിറ്റ് സ്കോർ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും. ഏറ്റവും അടിസ്ഥാനമായി ചെയ്യേണ്ടത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ജസ്റ്റ് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യണം. എന്തെങ്കിലും തരത്തിലുള്ള പാകപ്പിഴകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ സോൾവ് ചെയ്യണം. രണ്ടാമത് കറക്റ്റ് സമയത്ത് പേയ്മെൻറ്റ് ചെയ്യുക എന്നതാണ്. കറക്റ്റ് സമയത്ത് പേയ്മെൻറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എത്രയാണ് അടയ്ക്കേണ്ടത്, അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ആണെങ്കിൽ എത്രയാണ് ഉപയോഗിച്ചത്, ആ എമൗണ്ട് നമ്മുടെ കയ്യിൽ ബാക്കപ്പ് വേണം. അപ്പോൾ കറക്റ്റ് സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? പേയ്മെൻറ്റ് ചെയ്യണം. കറക്റ്റ് സമയത്ത് പേയ്മെൻറ്റ് ചെയ്യണമെങ്കിൽ ഒന്നെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് പേയ്മെൻറ്റ് പോകുന്ന ഓപ്ഷൻ നമുക്ക് പരിഗണിക്കാം, അല്ലെങ്കിൽ കൃത്യമായി റിമൈൻഡിങ് വെക്കണം. നമ്മുടെ ഗൂഗിൾ കാലണ്ടർ ഇതേപോലുള്ള ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായി റിമൈൻഡിങ് വെച്ച് കറക്റ്റ് സമയത്ത് പേയ്മെൻറ്റ് പോവുകയാണെങ്കിൽ അത് നമ്മുടെ സിബിൽ സ്കോർ ഇമ്പ്രൂവ് ചെയ്യാൻ നമ്മളെ സഹായിക്കും. കാരണം അതിനകത്ത് 35% വരുന്നത് നമ്മൾ കറക്റ്റ് സമയത്ത് പേയ്മെൻറ്റ് അടച്ചോ എന്നതുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ അതിന് വളരെ വലിയ പ്രാധാന്യം അവിടെയുണ്ട്. മൂന്നാമത് നമ്മൾ ക്രെഡിറ്റ് കാർഡ് എത്രത്തോളം ഉപയോഗിക്കുന്നു എന്നതുമായി ബന്ധപ്പെട്ടാണ്. കാരണം ബാങ്ക് ആദ്യം തന്നെ നമുക്ക് നല്ലൊരു എമൗണ്ട് ക്രെഡിറ്റ് കാർഡിൽ ബാലൻസ് ആയിട്ട് തന്നു. എന്നാൽ ക്രെഡിറ്റ് കാർഡിൽ ബാലൻസ് ആയിട്ട് തന്നിട്ടുണ്ടെങ്കിൽ ഈ എമൗണ്ട് മൊത്തം നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. 60% എമൗണ്ട് നമുക്ക് ഉപയോഗിക്കാം. ബാക്കി 40% നമ്മുടെ ബാലൻസ് ഇട്ടേക്കണം. എന്തുകൊണ്ട്? കാരണം ബാങ്കിന് എപ്പോഴും താല്പര്യം ക്യാഷ് ഉള്ളവന് ക്യാഷ് കൊടുക്കാനാണ്. കാരണം അത്യാവശ്യമില്ലാതെ ഈ ക്യാഷ് ട്രാൻസാക്ഷൻ നടത്തുന്നവർക്ക് ബാങ്കിന് കൊടുക്കാൻ താല്പര്യമില്ല. എന്നാൽ നമ്മളൊരു നിശ്ചിത പെർസെൻറ്റേജ് ബാക്കപ്പ് വെച്ച ശേഷം
അതായത് 40% നമ്മൾ ഉപയോഗിക്കാതിരിക്കുക, 60% ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ക്യാഷിന് അത്ര വലിയ ആവശ്യമൊന്നുമില്ല. സ്വാഭാവികമായിട്ട് എന്താണ്, ബാങ്ക് നമുക്ക് ലോൺ തരാൻ തയ്യാറാകും. അതേ സമയത്ത് മൊത്തം എമൗണ്ടും എടുക്കുന്നു, മൊത്തം എമൗണ്ടും ലാവശ്യമായി ചിലവാക്കുന്നു, ഇങ്ങനെയുള്ളവർക്ക് ബാങ്കിന് ക്യാഷ് കൊടുക്കാൻ താല്പര്യമില്ല. കാരണം ഇവർക്ക് മണി മാനേജ്മെൻറ്റ് എന്ന സാധനമില്ല എന്ന് ബാങ്കിന് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. അഥവാ നിങ്ങൾക്ക് ഏതെങ്കിലും ആവശ്യത്തിന് ഇതേപോലെ ആക്ടിവിറ്റി ചെയ്യേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മൊത്തം എമൗണ്ട് ഉപയോഗിക്കേണ്ടി വരുന്നൊരു സാഹചര്യം നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടെങ്കിൽ, നിങ്ങൾ അവിടെ ചെയ്യേണ്ട കാര്യം എന്നത് മൾട്ടിപ്പിൾ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുക, അതിൻ്റെ 60% ഉപയോഗിക്കുക, ബാക്കി എന്ത് ചെയ്യുക, വിട്ടുകളയുക. എന്നിട്ട് സ്വാഭാവികമായും അടയ്ക്കേണ്ട സമയത്ത് കൃത്യമായി അടച്ചു പോകാനും കൂടെ ശ്രദ്ധിക്കണം. മൊത്തം എമൗണ്ട് ഒരു കാരണവശാലും ഉപയോഗിക്കരുത്. ബാങ്കിന് എപ്പോഴും കടം തരാൻ താല്പര്യം, പണമുള്ളവനെ കടം തരാനാണ് ബാങ്കിന് താല്പര്യം. ദരിദ്രർക്ക് കടം കൊടുക്കാൻ ബാങ്കിന് താല്പര്യമില്ല. ദരിദ്രർക്ക് കടം കൊടുത്തു കഴിഞ്ഞാൽ ബാങ്കിന് കിട്ടില്ല എന്ന് ബാങ്കിന് നല്ല ബോധ്യമുണ്ട്. അടുത്തതായി ഒരു നീണ്ട ക്രെഡിറ്റ് ചരിത്രം നമ്മൾ ഡെവലപ്പ് ചെയ്യണം. എങ്ങനെയാണ് നീണ്ട ക്രെഡിറ്റ് ചരിത്രം നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുന്നത്? ഇത് ക്രെഡിറ്റ് കാർഡ് മുഖേന നമുക്ക് സാധ്യമാണ്. അതായത് നമ്മൾ മൾട്ടിപ്പിൾ ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിക്കുന്നു, എന്നാൽ ആവശ്യമില്ലാത്ത ക്രെഡിറ്റ് കാർഡുകൾ പലപ്പോഴും നമ്മൾ ക്ലോസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് നീണ്ട ക്രെഡിറ്റ് ചരിത്രം നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കില്ല, അല്ലെങ്കിൽ ഒരു ദൈർഘ്യം നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കില്ല. അതായത് നമുക്കൊരു 2-3 വർഷം തുടർച്ചയായിട്ട് ലെങ്തി ആയിട്ടുള്ള ഹിസ്റ്ററി അതിനകത്ത് വേണം. അത് ഉപയോഗിക്കുന്നില്ലെങ്കിൽ കൂടെ, ചുമ്മാതെയാണെങ്കിൽ കൂടെ ഒരു ക്രെഡിറ്റ് കാർഡ് അവിടെ വെറുതെ ഇട്ടേക്കുക, ഉപയോഗിക്കുന്നില്ലെങ്കിലും കൂടെ വെറുതെ അങ്ങ് ഇട്ടേക്കുക. ജസ്റ്റ് ഒരു ആനുവൽ ഫീ കൊടുക്കണം എന്നല്ലേ ഉള്ളൂ. ഒരു നോർമൽ 499 രൂപയുടെ ഒക്കെ ഒരു കാർഡാണ്, അല്ലെങ്കിൽ ആനുവൽ ഫീ വരുന്ന ഒരു കാർഡാണെങ്കിൽ വെറുതെ അവിടെ ഇട്ടേക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താകും, ഇത് ക്രെഡിറ്റ് ഹിസ്റ്ററിയിൽ അല്ലെങ്കിൽ സിബിൽ സ്കോറുമായി ബന്ധപ്പെട്ട് വളരെ വലിയ ഇമ്പോർട്ടൻസ് അവിടെ വരുത്തുന്നുണ്ട്. അതായത് നീണ്ട ഒരു ദൈർഘ്യം, ക്രെഡിറ്റുമായി ബന്ധപ്പെട്ട ഒരു ദൈർഘ്യം നമുക്ക് അവിടെ സൃഷ്ടിക്കാൻ സാധിക്കുന്നുണ്ട്. ഇത് നമ്മുടെ സിബിൽ സ്കോറിനെ ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കും. അത് 15% നമുക്കവിടെ സപ്പോർട്ടീവാണ് ഈ എവിഡൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ ചുമ്മാ ഒരു ക്രെഡിറ്റ് കാർഡ് അവിടെ ഇട്ടേക്കുക, ഉപയോഗിക്കുന്നില്ലെങ്കിൽ കൂടെ അത് ക്ലോസ് ചെയ്യരുത്. കാരണം ഒരു ദൈർഘ്യം സൃഷ്ടിക്കാൻ നമ്മളെ അത് സഹായിക്കും. അടുത്തത് ക്രെഡിറ്റ് എൻക്വയറി. അതായത് നമ്മുടെ സിബിൽ സ്കോർ അറിയാൻ വേണ്ടി പലപ്പോഴും നമ്മൾ ചെക്ക് ചെയ്യും. എന്തിന്? സിബിൽ സ്കോറിൽ എന്തെങ്കിലും വരുത്തുന്നില്ല, തെറ്റുകൾ വരുത്തുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി. എന്നാൽ ഇതൊരിക്കലും പ്രശ്നം ഉണ്ടാക്കുന്നില്ല. എന്നാൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ബാങ്ക് ഇതേപോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസുമായി ബന്ധപ്പെട്ട് ക്രെഡിറ്റ് എൻക്വയറി പോകുന്ന സമയത്ത് അതെന്തായിരിക്കും, ക്രെഡിറ്റ് സ്കോർ കുറയാൻ കാരണമായി തരും. അതുകൊണ്ട് അനാവശ്യമായിട്ട് ക്രെഡിറ്റ് കാർഡുകൾക്കും അനാവശ്യമായിട്ട് ലോണുകൾക്കും അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അത് കുറയ്ക്കുക. കാരണം ഇടയ്ക്കിടയ്ക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എൻക്വയറി നടത്തുന്ന സമയത്ത് അത് സിബിൽ സ്കോർ താഴാൻ കാരണമാകും. അത് ഉണ്ടാകരുത്. അടുത്തതായി ഒരു ക്രെഡിറ്റ് മിക്സ് നമ്മൾ ഡെവലപ്പ് ചെയ്യണം. ക്രെഡിറ്റ് കാർഡുകളുടെ ഒരു കൂട്ടം പേഴ്സണൽ ലോണുകളുമായി ബന്ധപ്പെട്ട്, ഹോം ലോണുമായി ബന്ധപ്പെട്ട്, വെഹിക്കിൾ ലോണുമായി ബന്ധപ്പെട്ട്, കൺസ്യൂമർ ലോണുമായി ബന്ധപ്പെട്ട് ഒരു ക്രെഡിറ്റ് മിക്സ് നമ്മൾ ഡെവലപ്പ് ചെയ്യണം. എന്നാൽ അനാവശ്യമായിട്ട് ലോണുകൾ എടുത്തു കൂട്ടുകയും ചെയ്യരുത്. എന്നാൽ ക്രെഡിറ്റ് മിക്സ് ഉണ്ടാക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ വളരെയധികം കെയർഫുൾ ആയിരിക്കണം. തിരിച്ചടയ്ക്കാൻ പറ്റുന്നുണ്ടോ എന്ന്. തിരിച്ചടയ്ക്കാൻ പറ്റുന്ന ലോണുകൾ മാത്രം എടുക്കുക. അത് കറക്റ്റ് സമയത്ത് അടച്ചു പോകാനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇല്ലെങ്കിൽ സിബിൽ സ്കോർ താഴാൻ കാരണമായി തീരും. അടുത്തതായിട്ടുള്ളൊരു ഓപ്ഷൻ, ഇനി നിങ്ങൾക്ക് അഥവാ സിബിൽ സ്കോർ കുറവാണ്, നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കാൻ അറിയുന്ന ഒരു വ്യക്തിയാണ്, മികച്ച രീതിയിൽ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ, അതേപോലെ തന്നെ കറക്റ്റ് സമയത്ത് പേയ്മെൻറ്റ് അടയ്ക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ, നല്ല സിബിൽ സ്കോറുള്ള അല്ലെങ്കിൽ നല്ല ക്രെഡിറ്റ് സ്കോറുള്ള ഒരു വ്യക്തിയുമായി നിങ്ങൾ കണക്റ്റ് ആകുക. അല്ലെങ്കിൽ അങ്ങനെയുള്ള കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടോ, അവർ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നുണ്ടോ എന്ന് നോക്കുക. അവരുടെ ക്രെഡിറ്റ് കാർഡുമായി നിങ്ങൾ കണക്ട് ചെയ്ത് നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് എടുക്കാൻ പറ്റും. സ്വാഭാവികമായും അവർക്ക് മികച്ച സിബിൽ സ്കോർ ഉള്ളത് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ മികച്ച ക്രെഡിറ്റ് സ്കോർ ഉള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ ബാക്കപ്പ് ബേസ് ചെയ്ത് ആഡ് ഓൺ കാർഡുകൾ കിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് അതിനെ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ സിബിൽ സ്കോർ നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും. നല്ല ക്രെഡിറ്റ് ചരിത്രം നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മാർഗമാണ്. അപ്പോൾ അവിടെ രണ്ട് കൂട്ടരും സംവദിക്കണം. അവിടെ നിങ്ങൾക്ക് ആരാണോ ക്രെഡിറ്റ് കാർഡ് സപ്പോർട്ടീവായിട്ട് നിൽക്കുന്ന വ്യക്തി, അവരുടെയും കൂടെ കാരുണ്യം നിങ്ങൾക്ക് വേണം. എന്നാൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് അത് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കുന്നത്. നിങ്ങളായിട്ട് ആ ക്രെഡിറ്റ് സ്കോർ തുലയ്ക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഒരു ക്രെഡിറ്റ് കാർഡുമായി ബന്ധപ്പെട്ട് എങ്ങനെ നമ്മുടെ സിബിൽ സ്കോർ ഇമ്പ്രൂവ് ചെയ്യാം എന്നതാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്കായി ഷെയർ ചെയ്തത്. ഈ അറിവ് വളരെ ഉപകാരമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.